ഈ രണ്ട് വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസത്തായ വീക്ഷണമാണ് നമ്മുടെ 1970 മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണം അതാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം, അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല, കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി. അത് ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലില്ലാതെ ശരിയാവുകയില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഫഇന്നാ നഅലമു ബിൽ ഇത്റാർ മിൻ ദീനിൽ ഇസ്ലാം അന്നൽ അമല ഫി റുഅയത്തിൽ ഹിലാൽ വസ്സൗം വൽ ഹജ്ജ് വൽ ഇദ്ദ വഅവിൽ ഇലാ വഗൈരി ദാലിക മിൻ അഹ്കാം അൽ മുഅല്ലഖ ബിൽ ഹിലാലി ബിഖബർ അൽ ഹാസിബ് അൻഹു യറഉ ലാ യജൂസ്. ഹിലാലല്ലാതെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ലാ യജൂസ്, അനുവദനീയമല്ല. ഇപ്പോൾ ഒരു കണക്ക് നോക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്ര റിസ്ക് ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, മാസം ഉണ്ടിട്ട് നബി എന്നിപ്പോൾ മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്, മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്. വൈൻ കൊമ്മ ആലേക്കും ഫാക്കിമിൽ ഇദ്ദത്തെ സലാസി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മേഘാവൃതമായി കഴിഞ്ഞാൽ 30 അയക്കണം എന്ന് പറഞ്ഞു. എന്തിനേൻ്റെ ആവശ്യം എന്താണ്? ജിബ്രീലിനെ അറിയില്ല. ഇപ്പോൾ ഇത് നമ്മൾ മുഹറം മാസത്തിലുള്ളത്. ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ NV സക്കരിയ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മളെ വേദനിപ്പിക്കുന്നൊരു വിഷയം എന്താ വെച്ചാൽ വിസ്ഡം വിഭാഗം യഥാർത്ഥത്തിൽ വളരെ മോശമായിക്കൊണ്ടാണ് ഈ മാസപ്പിറവി വിഷയത്തെ സമീപിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലായി. നമുക്ക് ആ ഭാഗം ഒന്ന് ആദ്യം ഒന്ന് കേൾക്കാം. ഒന്നാമത്തെ വീക്ഷണം, നമ്മുടെ എല്ലാ മാസവും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. എല്ലാ മാസവും അപ്പോൾ നമ്മൾ പോയി നോക്കണം, നോക്കിയിട്ട് കണ്ടാൽ ആ മാസം 29 നോക്കണം, കണ്ടിട്ടില്ലെങ്കിൽ 30 തികച്ച് 1-ാം തീയതി ആക്കണം. അത് എല്ലാ മാസവും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് മാസം കണ്ടെങ്കിൽ മാത്രമേ ഏത് ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന വീക്ഷണമുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ യാഥാസ്ഥികരായ പണ്ഡിതന്മാർ മിക്കവാറും ഈ അഭിപ്രായക്കാരാണ്. നേരത്തെ പണ്ട് മുതലേ ഈ അഭിപ്രായം പുലർത്തുന്നവരായിരുന്നു അവർ. ഈ എല്ലാ മാസവും കാണണം. രണ്ടാമതൊരു വീക്ഷണം ഉള്ളത്, ഒരു മാസവും കാണേണ്ടതില്ല, എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നോമ്പും പെരുന്നാളും മറ്റെല്ലാ സംഗതികളും കണക്ക് കൂട്ടിയാൽ മതി. നമുക്ക് കലണ്ടർ നോക്കി അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഈ മാനത്തേക്ക് നോക്കുക എന്നൊക്കെ പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കണക്കിനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ നോക്കണം കാണണം എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും കലണ്ടർ നോക്കി അങ്ങനെ തന്നെ നമ്മൾ ഈ ആരാധനാ കർമ്മങ്ങൾ നോമ്പും പെരുന്നാളും ഒക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വീക്ഷണം. എന്നാൽ മൂന്നാമത്തെ വീക്ഷണം, ഈ രണ്ട് വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസത്തായ വീക്ഷണമാണ് നമ്മുടെ 1970 മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണം അതാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം, അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല, കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണണം എന്ന് നിർബന്ധമായി കൽപ്പിച്ച മാസങ്ങൾ ഏതാണ്? അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂമൂലി റുയത്തിഹി വഫ്തിറൂലി റുയത്തിഹി വഅംസികൂലഹ. ഇതാണ് 3 മാസങ്ങൾ. റമദാൻ മാസത്തിഹി കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക. വഫ്തിറൂലി റുയത്തിഹി, അത് ശവ്വാൽ മാസത്തെ പറ്റിയാണ്. നോമ്പ് അവസാനിപ്പിക്കുക, അതും നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. വഅംസികൂലഹ, ഹജ്ജ് നിർവഹിക്കുക, അല്ലെങ്കിൽ ബലി ഹജ്ജ്, അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. 3 മാസത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണണം എന്ന് കൽപ്പനാസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 3 മാസവും നിർബന്ധമായി കണ്ടേ പറ്റൂ. അലി സലഫി, അദ്ദേഹത്തിൻ്റെ സംസാരം കുറേ തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. ഇതൊന്ന് ജനങ്ങൾക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കണം. ബഹുമാനനായ സക്കരിയ മൗലവി ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ 3 നിലപാട് ഇവിടെ ഉണ്ട്. ഒന്ന്, എല്ലാ മാസവും കാണണം എന്നുള്ള നിലപാടാണ്, അത് യാഥാസ്ഥിക നിലപാടാണ്. പിന്നെ രണ്ടാമത്തേത് ഒന്നും കാണണ്ട എന്നുള്ള നിലപാടാണ്, അത് മർക്കസ്ദ വിഭാഗത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ന്യൂണിലേക്കൊരു വിഭാഗത്തെ ആയിരിക്കും. മൂന്നാമത്തൊരു മധ്യമ നിലപാടാണ്. അതെന്താ വെച്ചാൽ 3 മാസം നിർബന്ധമായി നോക്കുക, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ കലണ്ടർ നോക്കുക. ഈ കലണ്ടർ നോക്കുക എന്നുള്ള പ്രയോഗം ഒരു തെറ്റിദ്ധാരിപ്പിക്കലാണ്. കണക്ക് നോക്കുക എന്നാണ് പറയണ്ടേ. അത് ഈ കണക്ക് നോക്കുക എന്ന് പറയാൻ ഒരു മടിയുള്ളതുകൊണ്ടാണ് ഈ കലണ്ടർ എന്നുള്ള പദപ്രയോഗം നടക്കണം. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ സംഗതികൾ നമ്മൾ പ്രാമാണികമായി നമുക്കൊരു പക്ഷപാതിത്വമില്ലാതെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒന്നും നമ്മൾ വൈജ്ഞാനിക വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിക്കൊണ്ട് ഖുറാനിലേക്കും സുന്നത്തിലേക്കും നോക്കുക.
ഖുറാനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ കാണാം യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. പിന്നെ വിശുദ്ധ ഖുറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ നിങ്ങളോട് അവർ ചോദിക്കുന്നു പിന്നെ അഹില്ലകളെക്കുറിച്ച്, ഹിലാലുകളെക്കുറിച്ച്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള മീഖാത്താണ്. അപ്പോൾ ഓരോ ഹിലാലുകളും മീഖാത്തുകളാണ്. അപ്പോൾ എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം? ഇത് വളരെ വ്യക്തമായി മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്താവയിൽ ഈ ആയത്ത് കൊടുത്തിട്ട് അദ്ദേഹം കൊടുക്കുന്നൊരു വിഷയം ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, ഫഅഖ്ബർ അന്നഹ മവാഖീതു ലിന്നാസ്, ഹിലാലുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള മീഖാത്താണ്. വഹാദ ആമുൻ ഫി ജമീഇ ഉമൂരിഹിം, ഇതവിടെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ റമളാനിലെ നോമ്പോ അല്ലെങ്കിൽ ഹജ്ജോ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് ഏത് ഹിലാൽ. പിന്നെ ഇവിടെ യസ്അലൂനക ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഹജ്ജ് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ വലി അന്നൽ ഹജ്ജ് തഷ്ഹദുൽ മലായിക്കത്ത് വഗൈറും, മലക്കുകളടക്കം സാക്ഷി നിൽക്കുന്ന ഹജ്ജിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. മാത്രമല്ല വലി അന്നഹു യക്കൂനു ഫി ആഖിരി ശുഹൂരിൽ ഹൗലി, വർഷത്തിൻ്റെ അവസാനം നടക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ ആ വർഷത്തിനൊരു അലം എന്നുള്ള നിലക്കാണ് ഇവിടെ ഹജ്ജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇദ്ദേഹം പറയാണ്, ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ മീഖാത്തുകൾ 5 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾക്കും ഹിലാൽ മാത്രമാണ് മാനദണ്ഡം ഖുർആനിൽ പറഞ്ഞു. അതിലേതാണ്? ഒന്ന് വഹാദ യദ്ഖുലു ഫി സിയാം, ഒന്ന് നോമ്പ്, ഹജ്ജ്, മുദ്ദത്തുൽ ഈലാ വൽ ഇദ്ദ, സ്ത്രീകളുടെ ഇദ്ദ, അതിനൊക്കെ ആയത്ത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇത് നമുക്കറിയാം, ഭർത്താവ് മരിച്ച് 4 മാസവും 10 ദിവസവും. അപ്പോൾ ഈ 4 മാസവും 10 ദിവസവും കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? അറബി മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ലല്ലോ, അറബി മാസമാണ് ഹിലാൽ. അപ്പോൾ ഈ അറബി മാസം കണക്കാക്കേണ്ടത് ഹിലാലാണ്. അള്ളാഹ് പറയാണ് ഇദ്ദയുടെ മാനദണ്ഡം, ഈ മാസത്തിൻ്റെ മാനദണ്ഡം ഹിലാലെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അത് വിശുദ്ധക്കാർ പുതിയതുണ്ടാക്കിയതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു. അതുപോലെ തന്നെ സൗമുൽ കഫാറ, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കണം. അപ്പോൾ ഏത് മാസം നോക്കാം? റമളാനല്ലാത്ത ദിവസം മാസങ്ങളാണ് നോക്കേണ്ടി വരിക. അപ്പോൾ ആ മാസം 2 മാസം എങ്ങനെ നമ്മൾ കണക്കാക്കുക? ഈ മാസം 2 മാസം ഇപ്പോൾ ഇവരുടെ വാദപ്രകാരം 3 മാസത്തിലാകെ നോക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നു ഈ അഹില്ലകൾ ഈ മനുഷ്യന്മാരുടെ മീഖാത്തിലുള്ളതാണ്. ആ മീഖാത്തിൽപ്പെട്ടത് ഖുർആനിൽ പറഞ്ഞ 5 മീഖാത്ത്, അതിൽ ഒന്നാണ് പിന്നെ നോമ്പ്, സൗമുൽ കഫാറത്ത്, ഈലാ, ഹജ്ജ്, സിയാം, വഹാദിൽ ഖംസത്ത് ഫിൽ ഖുർആൻ. ഈ 5 ഈ 5ൻ്റെയും മാനദണ്ഡം ഏതാണ്? ഹിലാലാണ്. അപ്പോൾ ഈ ഹിലാൽ നോക്കാതെ, ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ വാദപ്രകാരം 3 മാസം മാത്രം നോക്കുക എന്ന് പറയും. അപ്പോൾ ഈ ഖുർആൻ്റെ കൽപ്പന എന്ത് ചെയ്യും? യസ്അലൂനക, ഇപ്പോൾ സൂമു ലിറുയത്തിനുള്ള കൽപ്പന വന്നിട്ടില്ല എന്നാണ്. അത് റമളാനിക്ക് മാത്രം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. നമ്മൾ പറയുന്നു ഈ ഖുർആനിൻ്റെ ഈ ഒരു ആഹ്വാനം, യസ്അലൂനക അനിൽ ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ഈ ജനങ്ങൾക്കുള്ള മീഖാത്ത് 5 അള്ളാഹ് പറഞ്ഞു ഖുർആനിൽ. ഈ ഖുർആനിൽ പറഞ്ഞ 5 യഥാർത്ഥത്തിൽ അത് ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലില്ലാതെ ശരിയാവുകയില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഫഇന്നാ നഅലം ബിൽ ഇത്റാർ മിൻ ദീനിൽ ഇസ്ലാം അന്നൽ അമല ഫി റുയത്തിൽ ഹിലാൽ വസ്സൗം വൽ ഹജ്ജ് വൽ ഇദ്ദ വഅവിൽ ഇലാ വഗൈരി ദാലിക മിൻ അഹ്കാം അൽ മുഅല്ലഖ ബിൽ ഹിലാലി ബിഖബർ അൽ ഹാസിബ് അന്നഹു യറഉ ലാ യജൂസ്, ഹിലാലല്ലാതെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ലാ യജൂസ്, അനുവദനീയമല്ല. അപ്പോൾ ഇവിടെ 3 മാസം നോക്കി ബാക്കി കലണ്ടർക്ക് നോക്കുക. അപ്പോൾ ഒരു ഇരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച് 4 മാസം 10 ദിവസമാണെങ്കിൽ അവൾ കലണ്ടർക്ക് നോക്കുന്നത്, അതാ കണക്ക് നോക്കണം എന്ന് പറഞ്ഞത് അവിടെ. അതാണ് വസത്തിയത്ത് എന്ന് പറഞ്ഞത്. വസത്തിയത്ത്. അപ്പോൾ ഈ 4 മാസം കണക്ക് പിന്നെ 9 മാസം കണക്ക് നോക്കലാണ് വസത്തിയതെങ്കിൽ ഈ ആയത്ത് എന്ത് ചെയ്യും? മാത്രവുമല്ല അദ്ദേഹം പറയാണ് വൻ നുസൂസുൽ മുസ്തഫീദത്തു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക കസീറ, ഇതിനൊക്കെ ഹിലാൽ നോക്കണം എന്നുള്ള ഇഷ്ടം പോലെ തെളിവുണ്ട്. വഖദ് അജ്മഅ അൽ മുസ്ലിമൂന അലൈഹി, മുസ്ലിമീങ്ങൾ അതിൽ യോജിച്ചിട്ടുണ്ട്. വലാ യുറഫു ഫി ഖിലാഫുൻ ഖദീമുൻ അസ്ലൻ, ഒരു ഖിലാഫും ആ വിഷയത്തിൽ വന്നിട്ടില്ല. മാത്രവുമല്ല ഖദീമായിട്ടുള്ള വലാ ഖിലാഫ് ഹദീസ്, പുതുതായിക്കൊണ്ടും പുതിയ കാലഘട്ടത്തിലും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഇല്ല അനിൽ ബഅദൽ മുതഅഖിരീന, എന്നാൽ കുറച്ച് പിന്നെ 3 നൂറ്റാണ്ടിൽ ശേഷം വന്ന കുറച്ച് ആൾക്കാർ ഈ വിഷയത്തിൽ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരാണെന്നറിയോ? അദ്ദേഹം പറയണം അത് പിന്നെ ഇസ്മായിലികൾപ്പെട്ടിട്ടുള്ള ചില ഷിയാക്കളും അതുപോലെ തന്നെ അത്തരം ആകാരമായ ആളുകൾ മാത്രമാണ്. അതല്ലാതെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ വിഷയത്തിൽ
ഈ പിന്നെ വാദവുമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. അഹ്ലുസുന്നയുടെ ആൾക്കാരല്ല. അല്ല. ഇനി മാത്രമല്ല, വളരെ വ്യക്തമായി അദ്ദേഹം പറയാണ്, ഇത് ഈ ഉമ്മത്തിന് മാത്രമല്ല, അതായത് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം ഹിലാലായിരുന്നു എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമല്ല. വഖദ് ബലഗനി അന്ന ശറായ ഖബ്ലന അയ്ദൻ ഖദ് ഉല്ലഖ്തൽ അഹ്കാം ബില്ലാഹില്ല. നമ്മുടെ മുമ്പുള്ള മൂസാ നബിയുടെ ശരീഅത്തിലും ഈസാ നബിയുടെ ശരീഅത്തിലും ഇബ്രാഹിം നബിയുടെ ശരീഅത്തിലും നൂഹ് നബിയുടെ ശരീഅത്തിലും ഒക്കെ അവരുടെ ആരാധനകൾ പിന്നെ ഹിലാലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വൈന്നമ ബദ്ദലമൻ ബദ്ദലം മിൻ അത്ബാഇഹിം, അത് പിന്നീട് മാറ്റിയത് ആരാണ്? ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാ മാസവും ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് തർക്കമുള്ള വിഷയമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഖമായഫ് അലുൽ യഹൂദ് ഫിസ്തിമാൽ ഖറസൈൻ, എന്നിട്ട് അദ്ദേഹം ഈ പിന്നെ സൂര്യൻ്റെ മാറ്റങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന സംഗതികളുണ്ട്. എന്നിട്ട് അവസാനം ഈ വിഷയം അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ അവസാനിപ്പിക്കുന്ന ഫളഹറ. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് വ്യക്തമായി എന്ത്, അന്നഹു ലൈസ ലിൽ മവാഖീത്ത് ഹദ്ദുൻ ളാഹിറുൻ ആമുൽ മഅരിഫ. ഈ വിഷയത്തിൽ അഥവാ ദീന് മീഖാത്ത് നിശ്ചയിച്ച, ദീന് സമയം നിശ്ചയിച്ച ഇബാദത്തുകൾക്ക് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല ഇല്ലൽ ഹിലാലല്ലാതെ. അപ്പം ഇത് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ഫത്വയിൽ വിസ്തക്കാർ കടത്തി കൂട്ടിയതല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യം. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നെസ്സാണ്. പിന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മാസവും നോക്കിയിരുന്നു. ഇതിലാർക്കും തർക്കമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയപ്പെട്ട ഇബാദത്തുകൾ മുഴുവൻ ഹിലാലുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇവിടെ ഈ വസത്തിയത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് വെച്ചാൽ 3 മാസമാണ് പ്രവാചകൻ്റെ കൽപ്പന ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഷബീർ സലാം പറയും. ഇവിടെ പിന്നെ അതല്ലാത്ത ദിവസങ്ങൾ നമുക്ക് കലണ്ടർ നോക്കാം. യഥാർത്ഥത്തിൽ കലണ്ടർ എന്നുള്ളത് കണക്കാണല്ലോ, കണക്ക് നോക്കാമെന്നാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാസപ്പിറയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് എന്നൊരു ഏർപ്പാട് തന്നെയല്ല. കണക്കിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാസഗണന നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? ഇപ്പോൾ പിന്നെ ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ കാണാം, വമിൻ ഹാദ യത്തബയ്യൻ, കുറേ വിശദീകരിച്ച് കഴിഞ്ഞ ശേഷം പറയാണ്, വമിൻ ഹാദ യത്തബയ്യനു അന്നൽ മഊല അലൈഹി ഫി ഇസ്ബാത്തി സൗമി വൽ ഫിത്രി വസായിരി ശുഹൂർ, നോമ്പും പെരുന്നാൾ വസായിരി ശുഹൂർ ഇതര മാസങ്ങളും അതിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ് ഹുവ റുഹിയ, ഒന്നുകിൽ മാസപ്പിറവിയാണ്, ഔ ഇക്മാലുൽ ഇദ്ദ, അതല്ലെങ്കിൽ 30 തികയിലാണ്. ഉലാ ഇബ്റത്ത ശർഅൻ ബി മുജറദി വിലാദത്തിൽ ഖമരി ഫി ഇസ്ബാത്തി ഷഹ്റിൽ ഖമരി. ചന്ദ്രൻ അവിടെ ഉണ്ട് എന്നുള്ള എന്തല്ല, അങ്ങനെ ചില ആൾക്കാർ, ഇപ്പോൾ ന്യൂമൂണിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട, അതുപോലെ തന്നെ മർക്കസ് വിഭാഗത്തിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട, അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല. ബിദാഅൻ വൻത്യാൻ, മാസം തുടങ്ങാനും അവസാനിക്കുക. ബി ഇജ്മാ അഹ്ലിൽ ഇൽമി മുത്തദ്ദിബി, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. മാലം തസ്ബുത്ത് റുഅയതു ശർഅൻ, ശർഈ ആയിക്കോട്ടെ കാണാത്തിടത്തോളം കാലം അതൊരിക്കലും മാനദണ്ഡമല്ല. ഇനി കേട്ടോളി, വഹാദ ബിന്നിസ്ബത്തി ലി തൗഖീത്തിൽ ഇബാദാത്ത്, ഇത് ഇബാദത്തിൻ്റെ തൗഖീത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ പിന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ, മുആശിരീങ്ങളായ ആളുകൾ കുറച്ച് ആൾക്കാർ പിന്നെ അതല്ല കണക്ക് നോക്കാനൊക്കെ പറയുന്നുണ്ട്. വമൻ ഖാലഫ ഫീ ദാലിക മിൻ മുആസിരിന ഫമസ്ബൂഖുൻ ബിജ്മാഇൻ മിൻ ഖബ്ലഹു വഖൗലുഹു മർദൂദ്. അവരുടെ ഖൗലുകൾ എന്താണ്? മർദൂദാണ്. കാരണം ലിഅന്നഹു ലാ കലാമ ലിഅഹദി മഅ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മഅ ഇജ്മാഇ സലഫി. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് അവിടെ ഉണ്ട്, സലഫിൻ്റെ ഇജ്മാ ഉണ്ട്. പിന്നെ അവിടെ കലണ്ടർ അതുപോലെ തന്നെ കണക്ക് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഇബറത്തുമില്ല എന്നാണ് ഈ വിഷയം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഇതിൻ്റെ പിന്നെ ലജ്നത്തുൽ ദായിമയുടെ ഫത്താവയിൽ നമുക്ക് കാണാം. അതിൽ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയാണ്, ഫറുജൂഉ ഫി ഇസ്ബാത്തി ശുഹൂരിൽ ഖമരിയ ഇല ഇൽമിൻ നുജൂം, നക്ഷത്രങ്ങൾ അഥവാ കണക്കിനെ അവലംബിക്കുക. ഈ പിന്നെ ചന്ദ്രൻ്റെ മാസപ്പിറവിയുടെ വിഷയത്തിൽ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ മാസങ്ങളുടെ അടിസ്ഥാനം അത് കണക്ക് അവലംബിച്ചുകൊണ്ട് ചെയ്യുക, അതിലേക്ക് കണക്കിലേക്ക് മടങ്ങുക എന്നുള്ളത് ഫിവദൽ ഇബാദാത്തി വൽ ഖുറൂജ് മിൻഹ, ഇബാദത്തുകൾ തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും ദൂന റുഅയ, കാഴ്ചയില്ലാതെ ഹിലാലില്ലാതെ കണക്കിനടിസ്ഥാനം മിനൽ ബിദ്അഇ അല്ലത്തി ലാ ഖൈറ ഫിഹ, അത് ബിദ്അത്തല്ല. അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ കൊടുത്ത പുത്തൻവാദം. ഇതൊരു പുത്തൻവാദമാണ്. അത് നമ്മൾ പിന്നെ വലാ മുസ്തറദ് ലഹ മിന ശരിയ, ശരീഅത്തിൻ്റെ അടിസ്ഥാനമല്ല. പിന്നെ അവർ പറയാണ്, ഇപ്പോൾ ചില ആൾക്കാർ ഇത് ഇഷ്ടത്തിന് മാത്രമുള്ള ആവാസി നിലപാട്. ഇന്നൊക്കെ മംലക്കത്ത് സൗദിയിൽ എന്താണ്, ഫഇന്നൽ മംലക്കത്തുൽ അറബിയ്യത്ത് സഊദിയ മുത്തമസ്സിക്കത്തും ബിമാ കാന അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലഫ് സ്വാലിഹ്
من إثبات الصيام والإفطار والأعياد وأوقات الحج ونحوها برؤية الهلال എല്ലാം റؤيത്തുൽ ഹിലാലാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മുഹറത്തിൽ വരെ അവർ ദുൽഹിജ്ജ മാസം 30 തേച്ചിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. കാരണം മാസപ്പുറം കാണാൻ സാധ്യതയില്ല, കണ്ടിട്ടില്ല. ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംഭവം വെച്ചപ്പോൾ ഒരു വസത്തീയത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. ഈ വസത്തീയത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഒരു ടീം ഒന്ന് പറഞ്ഞ് മറ്റേ ടീം വേറൊന്നും പറഞ്ഞു. അപ്പോൾ ഒരു ടീം പറഞ്ഞു ഇപ്പോൾ രാവിലെയാണ്, അപ്പോൾ മറ്റേ ടീം പറയാം അല്ല രാത്രിയാണ്. നമ്മൾ വസത്തീയത്ത് കുടിച്ചെന്നാൽ വൈകുന്നേരം എന്ന് പറയാൻ പറഞ്ഞാൽ അതൊരു വസത്തീയത്തല്ലല്ലോ. വസത്തീയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി എന്ന് പറയില്ല, പ്രമാണത്തിലുള്ളതാണ്. അതെ, അതായത് ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി എന്ന് പറയലാണ് വസത്തീയത്ത്. ഇപ്പോൾ പകലാണെങ്കിൽ പകൽ എന്ന് പറയുന്ന വസത്തീയത്ത്. ഈ വസത്തീയത്ത് എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നത് വജഅൽനാകും ഉമ്മത്തൻ വസത്ത എന്തുകൊണ്ടാണ് പറഞ്ഞത്? യഹൂദികൾക്ക് ശരീഅത്ത് ഇറക്കി കൊടുത്തു, അവർ അതിൽ പലതും ഗുലുവ് കാണിച്ചിട്ടെന്താക്കി, ഇല്ലാത്ത അതിൽ അതിര് കവിഞ്ഞു പോയി. അതിനുശേഷം വന്ന ക്രൈസ്തവർക്ക് ശരീഅത്ത് കൊടുത്തു. ആ ശരീഅത്തിനെ അവർ പലതും എന്താക്കി, അവർ വെട്ടിക്കുറച്ച് അവർ വേറെ ലഘുവാക്കി മാറ്റി. എന്നാൽ ഇസ്ലാമിനെ വസത്തീയത്ത് എന്ന് പറഞ്ഞത് ആ കൊടുത്തത് പോലെ നിലനിർത്തുന്ന മതം എന്നുള്ള നിലക്കാണ്. അല്ലാതെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനെ നടുവ് പിടിക്കണീന് വസത്തീയത്ത് എന്ന് ഭാഷയിൽ പറയാമെന്നല്ലാതെ എന്തല്ല അതിൽ ദീനിൽ വസത്തീയത്ത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ സൂമുലി റുഇയത്തിഹി വ അഫ്തിറു ലി റുഇയത്തിഹി, പിന്നെ ഷെയ്ഖ് വേറെന്തോ ഒരു ഇതും കൂടി പറയുന്നുണ്ട്. ഞാൻ കുറേ ഹദീസുകൾ തപ്പി നോക്കിയിട്ട് അങ്ങനത്തെ ഒരു പദം കണ്ടില്ല. നമ്മളെ അറിവിൻ്റെ കുറവാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ പദം അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ട് അംസിക്കുന്ന അങ്ങനെ എന്തോ ഒരു പ്രയോഗം പ്രയോഗിച്ചു. മുത്തഫഖുൻ അലഹിയായി വന്ന ഹദീസുകളിലും സ്വഹീഹായി വന്ന ഹദീസുകളിലൊക്കെ കാര്യമായിട്ട് സൂമുലി റുഇയത്തിഹി അഫ്തിറുലി റുഇയത്തിഹി എന്നുള്ളതാണ്. ഇത് റമളാനിലേക്ക് മാത്രമാണ് ഖാസാണ്, അല്ലെങ്കിൽ ഇത് ഷവ്വാലിലേക്ക് മാത്രം ഖാസാണ് എന്ന് പറയാൻ എന്താണ് തെളിവ് എന്നുള്ളതാണ്. കാരണം ഈ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അൽ അസ്ലു ഫി സുബൂത്തി ഷഹരി റുഇയത്തുൽ ഹിലാൽ എന്നാണ്. ഒരു അസ്ല് പറയണമെന്നുണ്ടെങ്കിൽ അൽ അസ്ലു എന്ന് പറഞ്ഞ് അസ്ല് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ഹദീസുകളും കുറേ ആയത്തുകളും മുമ്പിൽ വെച്ചിട്ട് അതിൽ നിന്നാണ് അസ്ലു പറയുക. അവിടെ പറഞ്ഞത് അൽ അസ്ലു ഫി സുബൂത്തി ഷഹരി, ഒരു ഷെഹർ സ്ഥാപിക്കപ്പെടുവാനുള്ള അസ്ല് എന്ന് പറയുന്ന റുഇയത്തുൽ ഹിലാൽ, അത് ഹിലാൽ കാണുക എന്നത് തന്നെയാണ്. ഇനി അവിടെ ഇപ്പോൾ റമദാനിൻ്റെ ചർച്ച അതുപോലെ തന്നെ ഷവ്വാലിൻ്റെ ചർച്ചയും കാര്യമായി വരാനുള്ള കാരണം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നോമ്പൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ കൂടുതൽ ചർച്ച പണ്ഡിതന്മാർ അതിനെ കേന്ദ്രീകരിച്ചു നടത്തി എന്നതല്ലാതെ ഒരിക്കലും അതെന്തല്ല ഒരു ഖാസ് റമദാനിലേക്ക് ഖാസാക്കാനുള്ള തെളിവല്ല സൂമൂലി റുഇയത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന ചോദ്യത്തിന്, ആ നോമ്പിന് എങ്ങനെയാണ് ദിവസം കണക്കാക്കേണ്ടത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി ഏതന്നെയാണ്? സൂമൂലി റുഇയത്തിഹി തന്നെയാണ്. അതായത് അയ്യാമുൽ ബീദ് അഥവാ ചന്ദ്രമാസപ്രകാരം 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ ആ 13, 14, 15 കണക്കാക്കേണ്ടത് ഈ ഹിലാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കലണ്ടർ നോക്കലല്ല. ഇനി അതൊരു അതാ വസത്തീയത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു പറയേണ്ടത്? കണക്ക് നോക്കുന്ന ആളുകൾ നബിൻ്റെ കാലത്തുണ്ട്. അതുകൊണ്ടാണ് ജൂതന്മാർ അവരുടെ ആഘോഷങ്ങൾ മുഴുവനും കണക്ക് നോക്കിക്കൊണ്ട് ചെയ്ത ആളുകളാണ്. കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ജൂതന്മാർ എന്തായത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നമ്മൾ കണക്ക് നോക്കാറില്ല, നമ്മൾ കണക്ക് കൂട്ടാറില്ല എന്നൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒരു മുഖാലഫത്തുൽ യഹൂദ് കൂടി എന്തുണ്ട്, അവർ ആ യഥാർത്ഥ വസത്യത്തിൽ നിന്ന് തെറ്റിയ ഉലുവിലേക്ക് പോയതാണ് അവർ കണക്കൊക്കിയത്. അവിടെ ആ കാര്യം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് പകരമാണ് എന്താക്കുന്നത്, ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ഒരു കണക്ക് നോക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്ര റിസ്ക് ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, മാസം ഉണ്ടിട്ട് നബി എന്നിപ്പോൾ മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്, മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്. വൈൻ ഹുമ്മ അലൈക്കും ഫാക്കിമിൽ ഇദ്ദത്ത സലാസി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മേഘാവൃതമായി കഴിഞ്ഞാൽ 30 അയക്കണം എന്ന് പറഞ്ഞു. എന്തിനതിൻ്റെ ആവശ്യം എന്താണ്? ജിബ്രീലിനെ അറിയില്ല. ഇപ്പോൾ ഇത് ജിബ്രീലിനെ സംബന്ധിച്ചിടത്തോളം മേഘം ഇതൊന്നും ഒരു വിഷയമുള്ള സംഭവമല്ലല്ലോ. കാരണം 7 ആകാശത്തിൻ്റെ മേലെ തന്നെ മേഘം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ എത്ര ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം. ഒരു വഹി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നിട്ട് എന്താക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 30 തയ്ച്ചാളിയടാ എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുക. എന്തിനതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കേണ്ടത്. ഒരു റമളാനിലൊരു നോമ്പ് കളയാം, അല്ലെങ്കിൽ റമളാൻ 30 കഴിഞ്ഞ് 30ൻ്റെ അന്ന് 29ൻ്റെ അന്ന് മാസം കണ്ടില്ല, എൻ്റെ മാസമുണ്ട്, ഉദയമുണ്ട്, മാസമുണ്ട്, ഉദയം ഉണ്ട്, മാസമുണ്ട്, രണ്ടുണ്ട്. വൈൻ ഹുമ്മ അലൈക്കും. അപ്പോൾ ഷവ്വാൽ 1-ന് ഈ സാധുക്കളെ കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കേണ്ടതിന് പകരം നോമ്പ് നോൽപ്പിക്കുക.
അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ അവിടെയൊക്കെ ഇതിൽ നിന്നൊക്കെ അഖിലിയായിക്കൊണ്ടും നഖിലിയായിക്കൊണ്ടും ഫിത്തറിയായിക്കൊണ്ടും 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ എന്താക്കാറുള്ളത്, തെളിവെടുക്കാറുള്ളത്. ഇതിൽ നിന്ന് ഈ 3 രൂപത്തിൽ തെളിവെടിച്ചാലും റുഇയത്തുൽ ഹിലാൽ എല്ലാ മാസവും എന്താണ് കാണണം, എല്ലാ മാസവും കാണണം. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വസതിയത്ത്, അതാണ് ഇസ്ലാമിൻ്റെ നയം. അല്ലാത്തത് ബിദ്അത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാസം 30 ആയിട്ടുണ്ട്, എങ്ങനെ കണക്കാക്കേണ്ടത്? എന്തെങ്കിലും പൂർത്തിയാവണം, അല്ലെങ്കിൽ മാസം കാണും. അല്ല 30 ആയി എന്നുള്ളത് കലണ്ടറിലല്ലല്ലോ കണക്കാക്കേണ്ടത്. റമദാൻ ഇന്നിപ്പോൾ മാസം കാണാൻ വേണ്ടി പോകണമല്ലോ. അഥവാ ഇത് ഷാബാൻ 29 എന്ന് പറയണമെങ്കിൽ എന്താ വേണം? 29 മനസ്സിലാണ്. 29 മനസ്സിലാണെങ്കിൽ ആ റുഇയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ കണക്കിനെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? കണക്കിനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ചന്ദ്രനും അതുപോലെ തന്നെ സൂര്യനൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ സഞ്ചാര ഭ്രമണ പഥങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്, അതിലൂടെ സഞ്ചരിക്കുള്ളൂ. അപ്പം മാസം കാണാൻ സാധ്യതയില്ലാത്തൊരു ദിവസം, കൃത്യമായ കണക്ക് പ്രകാരം മാസം കാണാൻ സാധ്യതയില്ലാത്തൊരു ദിവസം മാസം കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതുണ്ടോ? ഇല്ലേ? ഒരു നിലക്കും മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. ആ രംഗത്താണ് കണക്കിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെയ്ഖ് അതിൽ മറ്റേ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പഴയ 70-കൾ മുതൽ തന്നെ എന്താണ് 3 മാസം കണ്ടാൽ മതി, ബാക്കി കാണണ്ടെന്ന്. അതിനെന്തെങ്കിലും ഒരു ഹിലാൽ കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക രേഖയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അതായത് ഹിലാൽ കമ്മിറ്റി ഈ പണ്ട് കാലം മുതലേ 3 മാസം കണ്ടാൽ മതി എന്നുള്ള നിലപാടാണ് എന്നുള്ളതിന് പ്രാമാണിക രേഖകൾ നമ്മൾ കണ്ടിട്ടില്ല. ഹിലാൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ ഇവിടെ രൂപം കൊടുക്കണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ മാസപ്പിറവി എന്ന് പറയുന്നത് ഈ ഒരു ഖാദിമാർ തമ്മിലുള്ളൊരു ഒരു വടംവലിയുടെയും സമുദായം അതിന് ഇടയിൽ കടന്ന് ഞെരുങ്ങി അമർന്ന് നോമ്പും പെരുന്നാളും ഒരു വീട്ടിൽ തന്നെ 2-3 ഒക്കെ ആകുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ, മാത്രമല്ല അവരുടെ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി മാസമില്ലാത്ത ദിവസങ്ങളിലും മാസം പ്രഖ്യാപിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതിനെ തടയിടാൻ മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസം മാസം കണ്ടാൽ അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പ്രത്യേകിച്ചും ഈ 3 മാസങ്ങളിൽ. കാരണം അതാണ് പ്രധാനപ്പെട്ട മുസ്ലിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. അതല്ലാതെ 3 മാസങ്ങളെ നോക്കാൻ റസൂലുള്ളാഹിൻ്റെ കൽപ്പനയുള്ളൂ, അതുകൊണ്ട് മറ്റു മാസങ്ങൾ നോക്കൽ യാഥാസ്ഥിക നിലപാടാണ് എന്ന് ഈ ഹിലാൽ കമ്മിറ്റി ഇത്രയും കാലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പറഞ്ഞതായിക്കൊണ്ട് നമ്മളാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അത് പറയുന്ന ആളുകൾ ആണ് തെളിവ് ഹാജരാക്കേണ്ടത്. മാത്രമല്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. 2006 പുറത്തിറങ്ങിയിട്ടുള്ള വിചിന്തനത്തിൽ നമുക്ക് കാണാം, ഓരോ മാസത്തെയും സൂചിപ്പിക്കുന്ന അഹില്ല കാണുകയും കാണുന്ന ദിവസം മുതൽ എണ്ണം കണക്കാക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രതീയിൽ നിർണയിച്ചത്. ഹിലാലല്ലാത്ത ചന്ദ്രനെ മറ്റേതെങ്കിലും മനാസിക്കിൽ നോക്കി തീയതി മനസ്സിലാക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദുൽഹജ്ജ് 1 പിറവി കണ്ടതിന് ശേഷം 8 നാളുകൾ എണ്ണിക്കണക്കിയാക്കിയാണ് പ്രവാചകനും മനുഷ്യന്മാർ ദുൽഹിജ്ജ് 8 അഥവാ യൗമുത്തർവിയ നിശ്ചയിച്ചിരുന്നത്. അല്ലാതെ ദുൽഹിജ്ജ് 8 ചന്ദ്രൻ നോക്കി ആ ചന്ദ്രൻ്റെ വലുപ്പവും അതിൻ്റെ സ്ഥാനവും മനസ്സിലാക്കി തീയതി നിശ്ചയിക്കായിരുന്നില്ല. ഈ മാർഗം തന്നെയാണ് ഇസ്ലാമികമായി ഏത് തീയതിയും നിശ്ചയിക്കാൻ നാം സ്വീകരിക്കേണ്ടത്. ഇത് 2006 വിശുദ്ധക്കണ്ടാണ് എൻ്റെ മുമ്പുള്ളതാണ്. ഇനി മാത്രമല്ല, മാസപ്പിറവി നബിചര്യയും ശാസ്ത്രത്തിലും എന്ന് പറയുന്ന പുസ്തകം കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ AP ആണ് ഇതിൻ്റെ അവതാരക എഴുതി കൊടുത്തത്. എല്ലാ ചന്ദ്രമാസം 30-നും ചന്ദ്രൻ വ്യക്തമായി ആകാശം പ്രത്യക്ഷപ്പെടുന്നു എന്ന വസ്തുത വ്യക്തമായിരിക്കെ 29-ന് പിറവി ചന്ദ്രൻ നോക്കാനും പിറവി ദർശനത്തിനനുസരിച്ച് ഒട്ടും തെറ്റുകൂടാതെ അടുത്ത മാസം ആരംഭിക്കാനും മുസ്ലിങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ ഇതാണ് മുമ്പുള്ള നിലപാട്. അതല്ലാതെ 3 മാസം മാത്രം നോക്കിയാൽ മതി, അതിനെ കൽപ്പനയുള്ളൂ എന്നൊരു നിലപാട് നമ്മുടെ മുൻഗാമികൾ എവിടെയെങ്കിലും ഔദ്യോഗികമായിട്ട് പറഞ്ഞത്, ഒരു ഹിലാൽ കമ്മിറ്റി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഇപ്പോഴാണ് നമ്മളതൊക്കെ ചില ആളുകളുടെ സംസാരത്തിലൂടെ കേൾക്കുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ 3 മാസമേ കൽപ്പന കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷാബാൻ 29-ന് എന്ത് ചെയ്യണം? മാസം നോക്കണം. ശരി, ഇന്ന് ഷാബാൻ 29 നമുക്ക് മനസ്സിലാകുക. അതേപോലെ തന്നെ എല്ലാ മാസവും നോക്കിയാലും ഒന്നിൻ്റെ തുടർച്ച ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഞാൻ ഒന്നുകൂടി വായിക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലിമാ ദഹറ ബിമാ ദക്കർന ഔദുൽ മവാഖീത്ത് ലില്ലാഹില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാകും മീഖാത്തുകൾ അഹില്ലത്താണ്. എന്നിട്ട് അദ്ദേഹം പറ ഫഇന്ന ജമീഅ ശുഹൂർ, മുഴുവൻ മാസങ്ങളും തുഹ്സബു ബിൽ അഹില്ല. ഇതിന് എന്താ വേണ്ടത്? എല്ലാ മാസങ്ങളും കണക്കാക്കേണ്ടത് അഹില്ലത്ത് കൊണ്ടാണ്. ഇതിപ്പോൾ വിശുദ്ധത്തിൻ്റെ നിലപാട് യാഥാസ്ഥിക നിലപാടാണെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രാവശ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ,
അപ്പോൾ ഷെയ്ഖ് ഹുസൈൻ ബിൻ തൈമിയ്യ യാഥാസ്ഥികനാണോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറുകൾ യാഥാസ്ഥികമാണോ? അപ്പോൾ ഒരു സംഘടനയോടുള്ള അമിതമായ എന്തോ ഒരു അത് സ്വീകരിക്കാൻ ഒരു വൈമനസ്യം, ഇത് വിശുദ്ധക്കാർ പറയുന്നു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കാൻ ഒരു വൈമനസ്യമുള്ളത് കൊണ്ട് ഈ രൂപത്തിൽ പദപ്രയോഗങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം. മാത്രം വൈൻഖാൻ അള്ളാഹു ജമിയാൻ നാഖിസൻ, ചിലപ്പോൾ എല്ലാ മാസവും പൂർണ്ണമായിരിക്കാൻ, ചിലപ്പോൾ ചിലത് നാഖിസായിരിക്കും. അതൊരു കാഴ്ചയാണ് എല്ലാ മാസത്തെ ഫൈന ജമി അഷ്ഹൂർ, അതിൽ മുഹറം സഫറും എല്ലാം പെട്ട്. അതായത് കൊല്ലത്തിലെ 12 പ്രാവശ്യം കിട്ടുന്ന സുന്നത്താണ് മാസം കാണാന്നുള്ള സുന്നത്ത്. അതെ, ആ സുന്നത്തിന് സൂമു റുയത്തിഹി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാസം കാണുക എന്നുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ആയതുകൊണ്ട് അത് സുന്നത്താണ്. കാണാന്നുള്ളത് കാണാൻ വേണ്ടി നോക്കലും സുന്നത്താണ്, കണ്ടാലും കണ്ടില്ലെങ്കിലും നോക്കലും സുന്നത്താണ്. ആ സുന്നത്തിനെ ഒരു 3 മാസത്തിലേക്ക് മാത്രമായി ഒതുക്കണമെങ്കിൽ അതിന് പ്രത്യേകം തന്നെ എന്ത് വേണം? എന്തായാലും ഇല്ല. ആ തെളിവ് 3 മാസത്തേക്ക് മാത്രം ആ സുന്നത്ത്, ബാക്കിയുള്ള മാസം കലണ്ടറിൽ വെക്കൽ സുന്നത്ത് എന്ന് പറയുന്നതിനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. ആ തെളിവില്ലാത്തടത്തോളം കാലം ഒരിക്കലും തന്നെ ഇതൊരു വസതീയത്തല്ല, മറിച്ച് ബാക്കിയുള്ള മാസങ്ങൾ എന്ത് ചെയ്യണം? കണക്കവലംബിക്കണമല്ലോ. ഫല്ലദി ജാഅത്ത് ബി ശരീഅത്തുൻ അക്മലുൽ ഉമൂർ, നമ്മുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്മലായ ശരീഅത്താണ്. ലിഅന്നഹു വഖത അശ്ശഹറ ബി അംരിൻ തബഈൻ ലാഹിറുൻ ആമു യുദ്രിക്കു ബിൽ അബ്സാർ, ഏത് മാസമാണെങ്കിലും അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അതാണ് ശരീഅത്തിൻ്റെ തബഈയത്ത് എന്ന് പറഞ്ഞത്. ഫലാ യദുല്ലു അഹദുൻ അൻ ദീനിഹി, ഇത് ആർക്കും തെറ്റിപ്പോവില്ല. വലാ യശ്ഗലുഹു മിർആത്തുൻ ശൈഇൻ മിൻ മസാലിഹി വലാ ദഖുലു ബിസബബി ഫീമാ യലാ യാനി. ഇങ്ങനെ അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം പറയും. ഇതിനും അദ്ദേഹം പറയാണ്, ഇപ്പം നമ്മൾ ഹിലാൽ പറയും, ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹിലാലിന്ന് ആകലൻ എപ്പോഴാണ്? ഇപ്പം നമ്മൾ ഒരു സംഗതി ഹിലാലാകുന്നതിൽ അദ്ദേഹം പറയാണ്, ഈ ഹിലാലാകുന്നത് തന്നെ ആളുകൾ മാസം കണ്ട് അത് വലിയ ശബ്ദം ഉയർത്തുമ്പോഴാണ് അതിന് ഹിലാലെന്ന് പറയാം. അപ്പോൾ അഹല്ല എന്നുള്ള പദത്തിൽ നിന്നാണല്ലോ ഹിലാൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണേണ്ട അപ്പോൾ ഇത് ഈ ഒരു മാസം തന്നെ ആകണില്ല. ഇവിടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹിലാൽ ഉണ്ടാകണില്ല. കണക്ക് നോക്കുകയാണെങ്കിൽ ഹിലാൽ ഉണ്ടാവുന്നില്ല. കാരണം എന്താ? അവിടെ ഈ ഹിലാൽ അദ്ദേഹം പറയാണ് ഇന്ന അസ്ലുഹു റഫ് സൗത്ത്, അതായത് ഈ ഹിലാൽ എന്ന പദത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തുമ്പോഴാണ് ഹിലാലാകുക. എന്നിട്ട് അദ്ദേഹം പറയാം ഫൽ മഖ്സൂദ് അന്നൽ മവാഖീത ഹുദ്ദിദ് ബി അംരി ലാഹിറിൻ ബൈന യസ്രിക്കു ഫീഹി നാസ് വലാ യസ്രിക്കുൽ ഹിലാൽ ഫി ദാലിക ഷൈൻ. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണുക, എല്ലാ മാസവും കാണുക എന്നുള്ളത് വിഷ്ടക്കാരുണ്ടാക്കിയൊരു പുതിയ ആശയം അല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മുഹറത്തിൻ്റെ വിഷയം ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്, നമ്മൾ ഇറക്കിയിട്ടുള്ള പുസ്തകം ആ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഈ വിഷയത്തിൽ നടത്തിയൊരു നല്ല സെമിനാർ തന്നെ നമുക്ക് ആവശ്യത്തിൽ ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഞാനൊരു വേറൊരു വോയിസ് കേട്ടു. അദ്ദേഹം ഇതിൽ പറയുന്നത് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് നേരത്തെ ഷബീസ്ലായി പറഞ്ഞ പോലെ അംബ്രില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിന് കലണ്ടർ നോക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിഴൽ നോക്കിയിട്ടാണല്ലോ എന്താക്കണത്, നിസ്കരിക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ നോക്കണില്ലല്ലോ, നമ്മൾ നേരെ കലണ്ടറൊക്കെയാണ് നോക്കണം. ഇത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം നമസ്കാരത്തിൻ്റെ സമയം കാണണം, കണ്ട് മനസ്സിലാക്കണമെന്ന് ഖുറാനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല. അഖീമുസ്സലാത്ത ലിദുലൂക്കി ശംസി, സൂര്യൻ മധ്യാഹ്നം തെറ്റിക്കഴിഞ്ഞ് നിസ്കരിക്കുക. തെറ്റിങ്ങൾ കാണണ്ടോ അല്ലേ എന്നുള്ള. ഇപ്പം നട്ടുച്ച നേരമാണ്, നല്ല മേഘം മൂടിയിട്ടുണ്ട്, എന്നാലും സമയമായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അതേ സമയത്ത് മേഘം മൂടിയാലോ നോമ്പെടുക്കാൻ പാടില്ല. അത് രണ്ടാണ്. വളരെ ക്ലിയറാണല്ലോ. നട്ടുച്ച നേരത്ത് മേഘം മൂടിയാൽ സമയമായി നിസ്കരിക്കുക. അപ്പം സമയമാവോ എന്നുള്ള നിസ്കാരത്തിന് മാനദണ്ഡം. അപ്പം സമയമായോ എന്നറിയാൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു മാനദണ്ഡമാണെന്ന് നേരെ നോക്കുക. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് കൃത്യമായി സൂര്യൻ്റെ അത് മാറൂല. സൂര്യൻ്റെ ചലനങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തി ഇതിലൂടെ കിട്ടുന്ന അതേ സംഗതി ഇതിലൂടെ കിട്ടുന്നുണ്ട്, മാറ്റമില്ല. അതേ സമയത്ത് ചന്ദ്രപ്രഭ അങ്ങനെയല്ല, അത് കാണൽ നിർബന്ധമാണ്. സൂമൂലി റുയത്തി. അതേ സമയത്ത് സൊല്ലൂലി റുയത്തിഹ, നിങ്ങൾ സൂര്യനെ കണ്ടാൽ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹിൻ്റെ ഒരു കൽപ്പനയില്ല, ഖുർആനിൻ്റെ കൽപ്പനയില്ല. അത് വളരെ അത് രണ്ടു കൂടി സാധാരണ ചെറിയൊരു അടിങ്കൂടെയുള്ള എന്താ വെച്ചാൽ ഇപ്പം ഈ സൂര്യനെ യഥാർത്ഥത്തിൽ കണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണക്കുള്ളത്. അത് ഇപ്പോൾ സാധാരണ ശാസ്ത്രം പറയൽ നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ, ഒരു സൂര്യനെ കാണേണ്ടി അത് 8 മിനിറ്റ് മുമ്പ് ആ സ്ഥലത്തുണ്ടെന്നാണ്.
അപ്പോൾ സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞാലാണല്ലോ നമ്മൾ ബാങ്ക് കൊടുക്കല് സാധാരണ. അസ്തമിച്ച ഉടനെ തന്നെ ബാങ്ക് കൊടുക്കേണ്ടത് കാണാം. സത്യത്തിൽ ആ സൂര്യന് 8 മിനിറ്റ് മുമ്പ് അസ്തമിച്ച് വയ്ക്കണം. കണക്കാക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക് കൊടുക്കേണ്ടത് 8 മിനിറ്റ് മുമ്പ് എന്താക്കണം കൊടുക്കണം. സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരീഅത്ത് അതായത് ഫിത്തറിയാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെ എന്തായിട്ടുള്ളൂ വസത്തിയത്ത്. അത് ശരീഅത്ത് ആർക്കും ഒരു അജൂസ് ഒരു കിളവി തള്ള എന്നാണ് പറയുക. അക്കീദ പറയുന്നത് പ്രത്യേക എടുത്ത് വേണമാണ്. അവർക്കും മനസ്സിലാകുന്ന കാര്യം എന്താവുള്ളൂ, ശരീഅത്ത് നിയമമാക്കി കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സങ്കീർണമായ കണക്കുകളുടെയും മറ്റും ഉള്ളിലേക്കൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് നബി പറഞ്ഞു കൊടുത്ത് നിൽക്കുക. ആ വസത്തിയത്തിൻ്റെ ഇതിലിപ്പോൾ തർക്കമില്ലല്ലോ ഷബീസ്. ഇതിലിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസവും നോക്കി എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, തർക്ക വിഷയമാണെങ്കിൽ അള്ളാഹിലേക്ക് മടക്കിക്കോ. അള്ളാഹിലേക്ക് ഖുർആൻ ഞാൻ പറഞ്ഞു സ്വലമക്കല്ല ഇല്ല, റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടക്കിയാൽ മതി. പിന്നെ നമ്മളതിൽ നമ്മൾ 70 മുതൽ ഇങ്ങനെ നിലപാട് നമ്മളാണ്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡ് നിൽക്കേണ്ട ആവശ്യം ഇതിലില്ല എന്നാണ് വിഷയത്തിൽ പറയാറുള്ളത്. ഏതായിരുന്നാലും ഇത് നമുക്ക് അവസാനിപ്പിക്കുന്നത് ഇത് ശ്രോതാക്കളോട് പറയാനുള്ളത്, നേരത്തെ മാലിക് സലഫി പറഞ്ഞു മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് മാസപ്പിറവി പ്രാമാണികമായൊരു മാർഗ്ഗരേഖ നമ്മുടെ വിസ്ഡം ബുക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായൊരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കളത് വാങ്ങി വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ സമയം ഇന്നൊരല്പം വൈകിയിട്ടുണ്ട്. എന്തായാലും 3 വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ചക്കെടുത്തു. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക, നമ്മൾ സഞ്ചരിക്കുന്ന വഴി അത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗ്ഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ 3 വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതേപോലെ ഇരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.